എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മീൻ കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒരുപാട് മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മസാലകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മീൻ കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ദശക്കട്ടിയുള്ള മീൻ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ദശക്കട്ടിയുള്ള മീനും ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി ഇവിടെ 3 കഷ്ണം എടുത്തിട്ടുണ്ട്. നാടൻ ഇഞ്ചിയാണെങ്കിൽ ഇത്രയും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് കുറച്ച് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ചേരുവകൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചേരുവകളൊക്കെ ഒരുവിധം ഒന്ന് നന്നായിട്ട് അരച്ച് കിട്ടിയാൽ മതി. ചേരുവകളൊക്കെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചതിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. എരിവില്ലാത്ത മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെമൺ ജ്യൂസാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് അല്ല, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത്. നാരങ്ങ കയ്യിലുള്ളവർക്ക് നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീര് ഉപയോഗിക്കാം. ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഓരോ മീനിലായിട്ട് നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് കൂട്ടുകളെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനി 1/2 മണിക്കൂർ അടച്ചു വെക്കാം. അതുപോലെ അരപ്പ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞിരുന്നു ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങയുടെ നീരല്ല ചേർത്തിരിക്കുന്നതെന്ന്. ഇത് നേരത്തെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീരാണ്. ഡ്രൈഡ് ലെമൺ എന്ന് പറഞ്ഞ് നമുക്കിത് ബേക്കിംഗ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ മേടിക്കാൻ കിട്ടും. നാരങ്ങ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് ഇതും ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടും വഴറ്റുന്നതിന് വേണ്ടിയിട്ടുമുള്ള സവോള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോള നീളത്തിലും വഴറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളത് നെടുകയുമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഡാൽഡയാണ്. 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഡാൽഡ ഒഴിവാക്കേണ്ടവർക്ക് ഡാൽഡ ഒഴിവാക്കിയിട്ട് പകരം നെയ്യ് മാത്രമായിട്ടും ഉപയോഗിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുവിധം ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരും. അണ്ടിപ്പരിപ്പും കിസ്മിസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് വറുത്തെടുക്കേണ്ടത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോളയാണ്. ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. സവോള എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 നുള്ളു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് വറുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ സവോള ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ കളറാകുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷവും കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരും. ഇതിലും കൂടുതൽ കളർ മാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ സവോള കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. സവോള ഇവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. കോരി മാറ്റിയതിന് ശേഷം ഇത് കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ സവോള വറുത്ത എണ്ണയിൽ തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് വറുത്തെടുക്കാം. ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ മീനിലൊക്കെ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. സാധാരണ നമ്മൾ ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മീനൊക്കെ വറക്കുന്ന അത്രയും അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. മീൻ വറക്കുന്ന സമയത്ത് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ നീളമുള്ള ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. ജീരകശാല അരിയോ കൈമ അരിയോ കയ്യിലുള്ളവർക്ക് അത് ഉപയോഗിക്കാം.
ഏകദേശം ഒരു 4-5 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് അരിയാണ് ഇവിടെ എടുക്കുന്നത്. അരി ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെക്കാം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം എടുക്കാം. എത്ര അരിയാണ് അളന്നെടുത്തിരിക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി അളവിൽ വെള്ളവും എടുക്കണം. 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളത്തിലേക്ക് 2-3 ഏലക്ക, 3-4 ഗ്രാമ്പു, കുറച്ച് കറുവാപ്പട്ട, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ തിളപ്പിക്കണം. ഈ സമയത്ത് തന്നെ കുറച്ച് വലിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇവ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ അരി ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളയ്ക്കുന്നത് വരെ ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയമായപ്പോഴേക്ക് നേരത്തെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. 2 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്ക് ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെയൊക്കെ ആ ടേസ്റ്റ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഈ തിളച്ച വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചോറിലേക്ക് എത്ര ഉപ്പ് വേണം അത്രയും ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ചൂടായ അരിയിലേക്കാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തിളച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഇത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിൽ കൂടുതൽ സമയം വേണം അരി വെന്ത് വരാൻ. ഇതുപോലെ അരി വേവിച്ചെടുക്കുമ്പോൾ ഒരിക്കലും തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് വേണം അരി വേവിക്കാൻ. തീ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അരി വേകാനുള്ള സമയവും വെള്ളത്തിൻ്റെ അളവുമൊക്കെ മാറിപ്പോകും. ഇവിടെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോഴേക്ക് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കറക്റ്റ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഈ സമയമാകുമ്പോഴേക്ക് അരിയും നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഇതിനി നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇവിടെ നേരത്തെ വറക്കാൻ വെച്ചിരുന്ന മീൻ ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മീനൊന്ന് വേകുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി. റെഡിയായ മീനെല്ലാം ഇവിടെ എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട്. ആദ്യത്തെ സെറ്റ് വറുത്തപ്പോൾ മുഴുവൻ മീനും വറക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സെറ്റിലും കൂടെ മീൻ വറക്കുന്നുണ്ട്. മൊത്തം 8 പീസ് മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മീനെല്ലാം വറുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ വഴറ്റാനുള്ള സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ അരച്ച കൂട്ടിൻ്റെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് 3/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ട ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്താണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പുതിനയില, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. സവോള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് സവോള വഴന്നതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. സവോള നന്നായി വഴന്നെങ്കിൽ മാത്രമേ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർത്തതിന് ശേഷം ഈ പൊടി മൂക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു നല്ല മണം കിട്ടും. ഇവിടെ മണമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിപ്പം കൂടിയ തക്കാളിയായിരുന്നു മുറിച്ച് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞു കിട്ടും. ഇതുപോലെ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും മറക്കരുത്. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയുടെ തണ്ടോട് കൂടിയ ഭാഗവും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ടേസ്റ്റും കൂടെ കിട്ടും. അന്നേരം ഒരു നല്ല ടേസ്റ്റ് കിട്ടും. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാലയുടെയൊക്കെ ടേസ്റ്റും മണമൊക്കെ ഒന്നും കൂടി ഒന്ന് മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. ഞാനിവിടെ 10 മിനിറ്റ് സമയം പറഞ്ഞെങ്കിലും സമയം നോക്കേണ്ട ആവശ്യമില്ല. ഈ മസാലയ്ക്കകത്തെ വെള്ളമൊക്കെ വറ്റി വരുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചോറ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് വരും. അതിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. അതിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചോറിൻ്റെ ഏറ്റവും അടിയിലോ അല്ലെങ്കിൽ ഇടഭാഗത്തോ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫിഷ് ബിരിയാണി അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വിളമ്പുന്ന സമയത്ത് മീൻ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും മുകളിലായിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ചോറിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില എരിഞ്ഞതും പുതിനയിലയും കുറച്ച് സവോള വറുത്തതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് മീനും അതിൻ്റെ മസാലയും കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ മീൻ കാണാൻ പറ്റും. ആ ഓരോ മീനും കൂടെ കൂട്ടി നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം. ഇതുപോലെ ഗ്രേവിയും കൂടെ കൂട്ടി മീൻ ഓരോന്നായിട്ട് നിരത്തി വെക്കാം. മീനെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രേവി ഈ മീനിന് മുകളിലായിട്ട് ആക്കി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തതും കൂടെ ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് അടച്ചു വെക്കാം. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ തീയുടെ വ്യത്യാസം അനുസരിച്ച് സമയത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് വ്യത്യാസം വരും. ദം ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ബിരിയാണി വിളമ്പി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെടും. ഇന്നത്തെ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.